രാവിലെ എണീറ്റ് സച്ചുവിനെ ഫാദറിനെ മദ്രസയിൽ പറഞ്ഞയച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയപ്പം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നനക്കാൻ പോയി. നന കഴിഞ്ഞ് വരുമ്പോഴേക്ക് ശരീരമൊക്കെ ഒന്ന് വാമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് പണിയെടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല നേരെ എണീറ്റ് അടുക്കളയിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് മടിയാണ് കേട്ടോ പണിയെടുക്കാൻ. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ ചായക്ക് വെള്ളം വെച്ചു, ചോറ് അടുപ്പത്തിട്ടോ കുക്കറിലാകൊണ്ട് പിന്നെ അതിന് ടെൻഷൻ അടിക്കാനൊന്നുമില്ലല്ലോ. തീ കത്തിക്കാനും വിറക് വെക്കാനും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അടുപ്പില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഊതി ഊതി മനുഷ്യന്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ടാവും. നമ്മുടെ ആദ്യത്തെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അടുപ്പത്തന്നെയാണ് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് കേട്ടോ കുക്കറിൽ വെക്കാൻ തുടങ്ങിയത്. അത് ഞാൻ TTCക്ക് പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചോറാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുക്കറിൽ വെക്കാൻ തുടങ്ങിയതാണ്. എല്ലാവരും 1 2 3 4 ഗ്ലാസ്സൊക്കെ വെള്ളം കുടിക്കാറുള്ളൂ. ഞാനൊരു ദിവസത്തിൽ 4 5 ലിറ്റർ വെള്ളം കുടിക്കട്ടോ. അത്രയും കുടിക്കാറുണ്ട്. എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഓവറാകാനും പാടില്ല കേട്ടോ. വെള്ളം നല്ലപോലെ ഓവറാകാൻ പാടില്ല. പക്ഷേ എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ ഓവറായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കട്ടോ. എന്നോട് എൻ്റെ മുത്തച്ഛി എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അല്ല ഇവിടെ എവിടേക്കാണ് ഈ വെള്ളമൊക്കെ പോണതെന്ന്. കാരണം അത്രയും ഞാൻ കുടിക്കാറുണ്ട്. മുത്തച്ഛിയൊക്കെ എപ്പോഴെങ്കിലും ഓരോ ഗ്ലാസ് കുടിച്ചാലായി, അത്രേ ഉള്ളൂ. ചോറും ചായയും ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ കടി വേണം, അതുക്കുള്ള കറി വേണം, മുട്ട പുഴുങ്ങാൻ വെക്കണം. ഇവർക്ക് 3 ആക്കും കുളിക്കാൻ വെള്ളം ചൂടാക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും കളിയാക്കട്ടോ, വലിയപ്പാരും കൂടി ഉണ്ടാവില്ല ഇങ്ങനെ, നിങ്ങൾ എന്താ 3 ആളും ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. സച്ചു പിന്നെ ഇടക്കിടക്ക് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഫാദിക്കാണെങ്കിൽ ചുടുവെള്ളം ഉണ്ടെങ്കിൽ ചുടുവെള്ളത്തിൽ കുളിക്കൂല, പച്ചവെള്ളത്തിൽ കുളിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചൂടാക്കിപ്പിക്കൂട്ടോ. ചില ടൈമിൽ ഭയങ്കര വിരകലായിരിക്കും കേട്ടോ. രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എത്തൂല. അത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും അധികം എനിക്ക് വിരകാറ് കേട്ടോ. കാരണം ഒന്നും നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിലൊന്നും ശരിയായി കിട്ടൂല. അങ്ങനത്തെ എനിക്ക് ദേഷ്യം വന്ന ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് കുഞ്ഞാക്കാനെ വിളിക്കാറാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കും, ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചോദിക്കും എന്താ വല്ല ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറയും ആ കുപ്പിയിലൊന്ന് വെള്ളമാക്കി കൂടെ, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ കൂടെ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ, വെറുതെ ഇരിക്കുന്ന ടൈമിലല്ലേ പറയുന്നതെന്നൊക്കെ പറയട്ടോ. പക്ഷേ എന്നാലും എന്നെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്താലൊക്കെ ഉണ്ട്. അതെന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നല്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പണിയെടുക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ചധികം തുണികളൊക്കെ തോരടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഉണങ്ങിയ തുണികളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം എടുത്ത് നോക്കുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ ആകുമ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഞാനത് എടുത്ത് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ തോരടാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. എല്ലാതും നുള്ളിപ്പെറുക്കി ഇളക്കി കഴിഞ്ഞാലും പിന്നെ കാണാം അവിടെ ഇവിടെ മുക്കിലും മൂലയിലൊക്കെ ഓരോന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അത് ഈ സച്ചിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ ഞാൻ ഈ കൊട്ടയൊക്കെ വെച്ചെന്നിട്ടുള്ളത് എന്ന്. കൊട്ടൻ്റെ ഉള്ളിൽ കടത്തൂല, അപ്പുറമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. ഓരോ സ്കൂൾക്കൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. മീൻ എന്തായാലും ഇവിടെ മസ്റ്റാണ്, അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മീൻ. നല്ല വലിയ പച്ചമാന്തളാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് മീനാണ്. എണ്ണക്കടി എത്ര കൊണ്ടുവരാന്ന് പറഞ്ഞാലും ഈ ഒരു കട്ട്ലേറ്റ് കൊടുത്തിട്ട് എന്നെ കൊതിപ്പിക്കും. പിന്നെ ഞാനുണ്ടോ നിൽക്കുന്നു. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ടാണ് കഴിക്കുക. കടി മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ ഒരു ബോക്സ് ഈത്തപ്പഴം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പഴക്കാണ് കേട്ടോ, നല്ല ഒറിജിനൽ. ഇതൊന്നും അത്ര കണ്ട് ഒറിജിനൽ അല്ല, കാരണം ഇത് നല്ലപോലെ മധുരം കിട്ടും. നമുക്ക് ശർക്കര പഞ്ചസാര കിട്ട പോലെ തോന്നും. സുക്രിയാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇത് ഞങ്ങൾക്ക് ആർക്കും അത്ര കണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് അളിഞ്ഞത് കൂടുതലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ കടയിൽ ചിക്കൻ ലെഗ് മാത്രം വാങ്ങാൻ കിട്ടും. അങ്ങനെ 5 ലെഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ഞങ്ങൾ ഫ്രൈ ചെയ്തു. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.